അതിന് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മരുവോളിന് എങ്ങനെയായിക്കോട്ടെ, ഏത് സ്വഭാവമുള്ള കുട്ടിയായിക്കോട്ടെ നമ്മൾ സ്നേഹിക്കുക. അമ്മായിമ്മ അമ്മോശാക്കി എങ്ങനെയായിക്കോട്ടെ സ്നേഹിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. മൈ ലൈഫ് മൈ റൂൾസ് എന്നും പറഞ്ഞ് വീട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിലുണ്ട്. എനിക്ക് ഇന്ന നിയമങ്ങള്, ഞാൻ റൂമിൽ ഇറങ്ങി വരുമ്പോഴേ ഇറങ്ങി വരുള്ളൂ, ഞാൻ പോകുമ്പോഴേ പോവുള്ളൂ, ഞാൻ തിന്നണതേ തിന്നുള്ളൂ, എനിക്ക് എന്റെ ലൈഫാണ്, എന്റെ എൻജോയ്മെന്റ്സ് ആണ്, എന്റെ റൂൾസ് ആണ്. തെറ്റാണ്. നമ്മൾ കയറി ചെന്നതിന് ശേഷം ആ വീടിന്റെ ഐക്യത്തിന്, ആ വീട്ടിലെ ബന്ധങ്ങൾക്ക്, മകനും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തില്, മകനും പെങ്ങന്മാരും തമ്മിലുള്ള ബന്ധത്തില്, ആ കുടുംബത്തിലെ മറ്റു ബന്ധങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അടുത്ത നേരത്തെ പ്രാർത്ഥന പഠിച്ചോ സ്വീകരിക്കൂല. എന്നാണ് പറയുന്നത്. ആ ഗൗരവത്തിൽ അതിനെടുക്കുക. അതുകൊണ്ട് അവിടെ ചോദ്യം പറച്ചിലൊന്നുമില്ല. പുതിയാപ്പിളന്റെ കൂട്ടുകാരെ കൂടെ ഞങ്ങൾ ജീവിക്കണമെന്ന് ആരും ചോദിക്കണില്ലല്ലോ. അല്ലെങ്കിൽ പുതിയാപ്പിളിന്റെ കസിൻസിന്റെ കൂടെ ജീവിക്കണമെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പുതിയാപ്പിളിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞങ്ങൾ ജീവിക്കണമെന്ന് ആരും ചോദിച്ചിട്ടില്ല. ചോദ്യാഗത പുതിയാപ്പിളുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടെ ജീവിക്കണം. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. ആ ചിന്തയിലേക്ക് ദീൻ ഉൾക്കൊള്ളുമ്പോ എത്തും. ഇതിവിടെ തീരാവുന്നതുള്ളൂ കേട്ടോ. ഈ മൈക്ക് ഇവിടെ വെച്ചിട്ട് ശ്വാസം കൊടുത്ത് എനിക്ക് എന്റെ പുരയ്ക്ക് ഞെളിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. ഈ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ ഇല്ലേ, എന്റെ പടച്ചോൻ തീരുമാനിച്ചാലേ, എന്റെ റബ്ബ് കനിഞ്ഞാലേ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി എനിക്ക് പുറത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. എന്റെ പടച്ചോന്റെ അടുത്താ. എളിഞ്ഞിരിക്കണ്ട, അഹങ്കരിക്കണ്ട. 72 തവണ എന്റെ ഹൃദയം ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ അത് റബ്ബിന്റെ നിയമപ്രകാരാ, റബ്ബിന്റെ തീരുമാനപ്രകാരാ. അത്രയ്ക്കൊള്ളു നമ്മള് മനുഷ്യന്മാര്, അത്രയ്ക്കൊള്ളു നമ്മള്. അതുകൊണ്ട് ഇന്ന് തീരണ സാധനാണ്. ഇന്ന് തീർന്ന് നാളെ വിചാരണ ഞാൻ നേരിടേണ്ടി വരും. ആ നിമിഷത്തിൽ ഒരു പക്ഷേ എന്റെ വിചാരണ ആരംഭിക്കുകയാണ് എങ്കിൽ, എന്റെ ഒരു നിമിഷത്തിൽ എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ഭർത്താവ്, എന്റെ വീട്ടുകാർ, എന്റെ കുടുംബം, എന്റെ ചുറ്റുമുള്ളവർ എന്നാൽ പ്രയാസപ്പെടുന്നവരായി തീരരുത്. ഞാൻ കാരണം എന്റെ ഒരു പ്രവൃത്തി കൊണ്ട്, എന്റെ ശീലങ്ങൾ കൊണ്ട്, എന്റെ രീതികൾ കൊണ്ട്, എന്റെ വാക്കുകൾ കൊണ്ട്, എന്റെ പെരുമാറ്റങ്ങൾ കൊണ്ട്, എന്തിനേറെ പറയുന്നു എന്റെ ഒരു നോട്ടം കൊണ്ടുപോലും ഒരു മനുഷ്യനും വേദനിക്കാൻ പാടില്ല എന്ന ഹൃദയശുദ്ധിയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും എത്തേണ്ടതുണ്ട്.